ആക്ച്വലി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് പഠിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കാം. ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ മെജോറിറ്റി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു പെർട്ടിക്കുലർ ഞാൻ പറഞ്ഞു 2 രാജ്യങ്ങളുടെ കേസൊക്കെ പറയുന്നു. സപ്പോസ് ഇതിനിടയ്ക്ക് ഒരു തോടുണ്ടെന്ന് വിചാരിക്കുക, ചുമ്മാ ജസ്റ്റ് പറയുന്നതാണ്. ഈ തോട് ചാടി കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ രാജ്യത്തേക്ക് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എല്ലത്തില്ല. നമുക്കൊരു സഫീഷ്യന്റ് എനർജിയിൽ ജമ്പ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് അത്രയും എനർജി നമുക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തോട്ടിൽ വീഴും എന്ന് പറഞ്ഞ പോലെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്നുള്ള ഇലക്ട്രോൺസിന് എന്ത് കിട്ടണം? സഫീഷ്യന്റ് എനർജി കിട്ടണം. സഫീഷ്യന്റ് എനർജി ഇല്ലാത്തിടത്തോളം കാലം ഇവരെന്ത് ചെയ്യില്ല? കണ്ടക്ഷനിൽ പങ്കെടുക്കത്തില്ല. കണ്ടക്ഷനിൽ ചെല്ലാനുള്ള ഇലക്ട്രോൺസിനുള്ള എനർജി കിട്ടില്ല. എക്സ്റ്റൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഒരു ഇംപ്യൂരിറ്റീനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, ദാറ്റ് മീൻസ് 0 to 180 ഡിഗ്രിയുടെ ആ ഒരു സെക്ഷനിൽ ഡയോഡ് D1 എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ബിക്കോസ് D1 പോസിറ്റീവ് ടു P, നെഗറ്റീവ് ടു N അങ്ങനെയാണ്. അപ്പോൾ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. D1 ഫോർവേഡ് ബയാസിലായിരിക്കും, D2 റിവേഴ്സ് ബയാസിലായിരിക്കും.